നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇ.പി. ജയരാജൻ വിഷയം നിഷേധിക്കുകയാണ് ജയരാജനും അടുപ്പമുള്ള നേതാക്കളും. എന്നാൽ ഇടുക്കിയിലെ മുൻ എം.എൽ.എ. രാജേന്ദ്രൻ ഒരു കാൽ പൊക്കിയാണ് നിൽപ്പ്. ഇപ്പോൾ BJP-യിലെത്തി എന്നേ അറിയാനുള്ളൂ. മറ്റു പല നേതാക്കളും പല പ്രഖ്യാപനവും കാത്തിരിക്കുകയാണ്. ഫലം പ്രതികൂലമാണെങ്കിൽ കാര്യം കഷ്ടമാണ്. നേതാക്കളോടൊപ്പം പാർട്ടിക്കും വലിയ ക്ഷീണം തന്നെയാകും. ദേശീയ പദവി ഉണ്ടാകുമോ അതോ പ്രാദേശിക പാർട്ടിയായി തുടരുമോ എന്നേ അറിയാനുള്ളൂ. ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാറില്ല എന്ന് പറയാറുണ്ട്. 1952 മുതൽ ദേശീയ പാർട്ടി പദവിയിലാണ്. ഇനിയിപ്പോ വോട്ട് കുറയുമോ, സീറ്റ് ലഭിക്കുമോ എന്നതിൽ അധിഷ്ഠിതമാണ് ദേശീയ പദവി. സംസ്ഥാന പാർട്ടിയായി എങ്ങനെ തുടരാനാകും? ശിവനെ അനുഭവിക്കുക തന്നെ. സോവിയറ്റ് യൂണിയൻ എന്തായി? മറ്റു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ അവസ്ഥയും അതുതന്നെയല്ലേ? നടക്കാൻ മടിച്ചിട്ട് ചിറ്റപ്പൻ വീട്ടിൽ നിന്നു തന്നെ പെണ്ണുകെട്ടി എന്ന് പറഞ്ഞതുപോലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെയും സ്ഥിതി ദയനീയമാണല്ലോ. ദേശീയ പാർട്ടി എന്ന പദവി സ്ഥിരമായി നിലനിർത്താൻ CPM-ന് കഷ്ടപ്പെടേണ്ടി വരുമെന്നുറപ്പാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ളത് 3 മാനദണ്ഡങ്ങളിലൊന്നായ 4 സംസ്ഥാനങ്ങളിൽ അംഗീകാരമായവയാണ് നിലവിൽ CPM-ന് ദേശീയ പാർട്ടി പദവി നൽകുന്നത്. കേരളം, ത്രിപുര, ബംഗാൾ, തമിഴ്നാട് എന്നിവയാണ് 4 സംസ്ഥാനങ്ങൾ. ബംഗാളും ത്രിപുരയും കട്ടപ്പുകയാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഉള്ളിടത്തതുകൊണ്ട് സീറ്റ് ഉറപ്പ്. DMK-യും ഉണ്ടല്ലോ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 26 സീറ്റിന്റെ ബലത്തിലാണ് ബംഗാളിൽ സംസ്ഥാന പാർട്ടി പദവി പാർട്ടി നിലനിർത്തി പോരുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ഒരു സീറ്റും ലഭിച്ചില്ല. 2016 ഓഗസ്റ്റിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ സംസ്ഥാന പാർട്ടികളുടെ അംഗീകാരം പരിശോധിക്കുന്ന കാലാവധി 10 വർഷമായി ക്രമീകരിച്ചു. ഈ ആനുകൂല്യത്തിന്റെ ബലത്തിൽ തൽക്കാലം CPM-ന് 2026 വരെ ദേശീയ പാർട്ടിയായി തുടരാമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിലും ബംഗാളിലും ഇത്തവണ നേടുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ പ്രാധാന്യമുണ്ട്. 2 സംസ്ഥാനങ്ങളിലെങ്കിലും കുറഞ്ഞത് 2 സീറ്റ് വീതമെങ്കിലും ജയിക്കേണ്ടത് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ ആവശ്യമാണ്. അത് കിട്ടുമോ അതോ നഷ്ടമാകുമോ? തമിഴ്നാട്ടിൽ 2 സീറ്റ് ലഭിച്ചില്ലെങ്കിലും 2029 വരെ സംസ്ഥാന പാർട്ടിയായി തുടരാം. എന്നാൽ ബംഗാളിൽ ഇപ്പോൾ 2 സീറ്റ് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റെങ്കിലും നേടാം. അല്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി 2026 നഷ്ടമാകുമെന്നത് ഉറപ്പാണ്. ഒരു സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പിറകിൽ പോയാലും രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന സിക്കർ സീറ്റ് പിടിക്കാൻ കഴിഞ്ഞാൽ സംസ്ഥാന പാർട്ടിയായി സ്ഥാനക്കയറ്റം ലഭിക്കും. അല്ലെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിൽ നിന്നായി 11 MP-മാരെ ലോക്സഭയിലേക്ക് അയക്കണം. നിലവിലെ സാഹചര്യത്തിൽ ഇതിനൊരു സാധ്യതയും കാണുന്നില്ല. ദേശീയ പാർട്ടി ആകുന്നതിനുള്ള 3 മാനദണ്ഡങ്ങളും നിലവിലെ അവസ്ഥയും സാധ്യതയും എങ്ങനെയാണെന്ന് നോക്കാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 25.83%, ത്രിപുരയിൽ 17.31%, ബംഗാളിൽ 6.28% എന്നിവിടങ്ങളിൽ 6%-ലേറെ വോട്ട് നേടിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 25.38%, ത്രിപുരയിൽ 24.62% എന്നിവിടങ്ങളിൽ മാത്രമാണ് 6%-ലേറെ വോട്ട് കിട്ടിയത്. ലോക്സഭയിൽ 3 സീറ്റ് മാത്രം. ഇത്തവണ സീറ്റ് കേരളത്തിൽ കൂടുതൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. മറ്റൊരു സംസ്ഥാനത്തു കൂടി 6% വോട്ട് കിട്ടണം. അത് കിട്ടാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ലോക്സഭാ സീറ്റ് അല്പം കൂടിയേക്കും. പക്ഷെ ഒരു സംസ്ഥാനത്തു കൂടി 6%-ലേറെ വോട്ടെന്ന പ്രതീക്ഷ വിദൂര സ്വപ്നമാണ്. ഇതെല്ലാം വെച്ചു നോക്കുമ്പോൾ ദേശീയ പാർട്ടി എന്ന പദവിക്ക് വിദൂര സാധ്യത മാത്രമാണ്. അതൊക്കെ കുത്തനെ കിട്ടണം. ലോക്സഭാ സീറ്റിൽ 11 സീറ്റിലെങ്കിലും കിട്ടണം. അതാകട്ടെ 3 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ആയിരിക്കണം. അത് കിട്ടാനും സാധ്യത വിരളമാണ്. എന്ന് വെച്ചാൽ 2026 വരെ ദേശീയ കക്ഷി AK ബാലൻ പറഞ്ഞതുപോലെ മരപ്പട്ടിയും ഈനാമ്പേച്ചിയും തൽക്കാലം സ്ഥാനാർത്ഥിയാകില്ല എന്നത് സാരം. അത് കഴിഞ്ഞാൽ മരപ്പട്ടി തന്നെ ചിഹ്നമായാലും അത്ഭുതപ്പെടാനില്ല. 2 വർഷം കഴിഞ്ഞാൽ സ്ഥിതി പരിതാപകരമാകുമെന്നത് ഉറപ്പാണ്. കേരളം, ബംഗാൾ, തമിഴ്നാട്, ത്രിപുര എന്നിവിടങ്ങളിൽ CPM-ന് സംസ്ഥാന പാർട്ടി പദവിയുണ്ട്. അതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ഇങ്ങനെ പോയാൽ കേരളത്തിൽ സംസ്ഥാന പദവി നഷ്ടമാകുമോ?
CPM പാപിയാകുമോ? ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രസ്തുത സംസ്ഥാനത്തെ ആകെ സീറ്റ് എണ്ണിയാൽ 2:1 എന്ന അനുപാതത്തിൽ ജയം നേടിയാൽ സംസ്ഥാന പദവി ലഭിക്കുമെന്ന മാനദണ്ഡ പ്രകാരമാണ് 2 സീറ്റിലെ ജയം അനിവാര്യമാകുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പിറകിൽ പോയാലും രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന സിക്കർ സീറ്റ് പിടിക്കാൻ കഴിഞ്ഞാൽ അവിടെ സംസ്ഥാന പാർട്ടിയായി സ്ഥാനക്കയറ്റം ലഭിക്കും. അത് കെട്ടുമെന്നുറപ്പില്ല. തവിട് കൊടുത്ത് പറഞ്ഞു പോയപ്പോൾ അരി കള്ളൻ കൊണ്ടുപോയി എന്ന് പറയുന്നതില്ലേ, അതുപോലെയാകും രാജസ്ഥാനിലെയും മറ്റു അവസ്ഥ. കാത്തിരുന്നു കാണാം.